മാർക്കറ്റാണ്. Famous Peta market. The Fort railway station. എല്ലാത്തരം മെറ്റീരിയൽസും വ്യത്യസ്ത കാര്യങ്ങളും ഇവിടെ ലഭിക്കും. നമ്മുടെ ചാല പോലെയുള്ളൊരു മാർക്കറ്റ്.
₹200 ഗ്ലാസ്. ഇവിടുത്തെ തിരക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കാണ്. ഒന്ന് വിശാലമായ കിടക്കുക. നമ്മുടെ ചാലക്കമ്പലത്തേക്കാളൊക്കെ ഭയങ്കരം വലുത്. ഇതൊരു ശ്രീലങ്കൻ മാർക്കറ്റാണ്. കുറച്ച് ഏരിയ നടന്ന് കയറും. അതിഭയങ്കരമായ ചൂടാണ് ഇന്നത്തെ ദിവസം. എന്തായാലും എല്ലാത്തരം സാധനങ്ങളും ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇലക്ട്രോണിക്സ് ഐറ്റംസ് ആയിരുന്നാലും ഹോം അപ്ലയൻസ് ആയിരുന്നാലും ഷർട്ടിങ്സും ഷൂട്ടിങ്സും ലിക്കറും ഡേ ടു ഡേ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ലഭിക്കുന്ന ഒരു അത്യുഗ്രൻ മാർക്കറ്റാണ്. പക്ഷേ ഇവിടുത്തെ ബുദ്ധിമുട്ട് അതിഭയങ്കരമായ ചൂടാണ് ഇന്നത്തെ ദിവസവും. എല്ലാത്തരം ഐറ്റങ്ങളും ഇവിടെ ലഭിക്കും. നമുക്ക് കുട്ടികളുടെ ഐറ്റംസൊക്കെ ഉണ്ട്. എല്ലാം ഹോൾസെയിൽ ഐറ്റമാണെന്ന് തോന്നുന്നു. കുട്ടികൾക്ക് കളിക്കാൻ തലയിൽ കുത്താൻ ഒക്കെയുള്ള സാധനങ്ങളുണ്ട്. കൂടുതലും ഹോൾസെയിലാണ് ഷോപ്പിനകത്ത് ഞാൻ നോക്കിയതാണ്. എല്ലാത്തരം ഐറ്റങ്ങൾ, ടൂൾസ്, ഇലക്ട്രോണിക്സ്, ബൾബ് എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ലഭ്യമാണ്. ഇതിലൊരു ഇത്രയും വലിയൊരു മാർക്കറ്റ് ഞാൻ കണ്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും ശ്രീലങ്കയെ സംബന്ധിച്ചോളം ഇത് നല്ലൊരു മാർക്കറ്റ്, ഒരു ഏരിയയാണ്. ത്രൂ ഔട്ട് 24 hours ഉണ്ട് എന്ന് കരുതുന്നു. ഇനി രാത്രിയും കൂടി വന്ന് നോക്കണം. അപ്പോൾ ഗാർഡന് ആവശ്യമുള്ള സാധനങ്ങൾ എല്ലാം ഉണ്ട്. LED ബൾബുകൾ നമ്മുടെ ചാലയിൽ പോലെ തന്നെ തിരക്ക് തന്നെയാണ്. പക്ഷെ അതിനേക്കാളും ഏരിയ ഉണ്ട് എന്നുള്ളതാണ് ഇതിപ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത. അവിടെ ഇങ്ങനെ ഫുട്പാത്തിലൊന്നും ഇതേപോലെ കാണത്തില്ല. അവിടെയൊക്കെ എല്ലാം ഷോപ്പിനകത്താണല്ലോ. ഇവിടുത്തേക്ക് കച്ചവടക്കാർ കൂടുതലും തമിഴരാണ് തോന്നുന്നു. ഞാൻ ബന്ധപ്പെട്ട കടകളിലൊക്കെ ചില കടകളിലൊക്കെ വില ചോദിച്ച് അവിടെ എല്ലാം ഒരു തമിഴരാണ് കൂടുതലും. ഇലക്ട്രോണിക് സാധനങ്ങളും പവർ ടൂൾസും ഒക്കെ ധാരാളം ഉണ്ട്. പക്ഷേ അതിൻ്റെ ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഇതുകൊണ്ട് ഷൂസ് കിടക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എങ്ങനെ വിശ്വസിച്ച് വാങ്ങും എന്നുള്ളതാണ്. വിലയൊക്കെ കുറവാണ്, ഞാൻ നോക്കി. പക്ഷേ അതൊക്കെ ഒറിജിനലാണോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ച് സംശയമുണ്ട്. ഇവിടെ ഒരു തുണിക്കട കാണുന്നു. സോഗസ് 150. ഇമ്പോർട്ട് ഹോൾസെയിൽ ഡീലേഴ്സാണ്. ജസ്റ്റ് ഒന്ന് കയറി നോക്കാം എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് അറിയണമല്ലോ. നല്ല സ്കാർഫോ ഷോളോ എല്ലാം ഉണ്ടെങ്കിൽ നോക്കാം. മാർക്കറ്റ് ഇങ്ങനെ അനന്തമായിട്ട് കിടക്കുകയാണ്. ഇതൊക്കെ ഡ്രസ് മെറ്റീരിയലാണ്. നല്ല കളർഫുള്ളായിട്ടിരിക്കുന്നു. പക്ഷെ അത് കളർ ഫേഡ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കുറച്ച് അറിയത്തില്ല. അതുകൊണ്ട് വാങ്ങുന്നില്ല. പെട്ടിയിൽ ലഗേജ് കൊണ്ടുപോകാനുള്ള സ്പേസൊക്കെ ഉണ്ട്. പക്ഷേ ഉള്ള പ്രശ്നം അതാണ്. നമ്മുടെ ചെന്നൈ സിൽക്സിൻ്റെ ഷോപ്പ് ഇവിടെ ഉണ്ട്. എല്ലാത്തിനും വില
ഉണ്ട്. നമ്മൾ കൃത്യമായിട്ട് വില അറിയാൻ വയ്യാത്തതൊന്നും മേടിക്കാൻ പറ്റത്തില്ല, അതാണ് വിഷയം. എല്ലാ സാധന ഐറ്റങ്ങളും ഫിലിപ്പീൻസിൽ കണ്ട മാർക്കറ്റിൻ്റെ അത്ര തിക്കും അല്ലെങ്കിൽ ക്രൗഡ് ഇവിടെ ഇല്ല. അവിടെ വളരെ കൺജസ്റ്റഡ് ഏരിയ ആയിരുന്നു. ഇവിടെ കുറച്ചുകൂടി വൈഡ് ഏരിയ ആയതുകൊണ്ട് ആൾക്കാർ സ്പ്രെഡ് ചെയ്ത് പോകാനുള്ള വഴിയുണ്ട്. അവിടെയാണെങ്കിൽ ഒറ്റ ലൈനായിരിക്കും, പക്ഷേ അവിടെ ഒരു രക്ഷയില്ല, വളരെ ഇടിച്ചിടിച്ച് മാത്രമേ പോകാൻ പറ്റൂ. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല, ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്. ഈ ഏരിയ ടെക്സ്റ്റൈൽസിൻ്റെ ഷോപ്പുകളുടെ ഏരിയയാണ്, കൂടുതലും തുണിത്തരങ്ങളുള്ള ഒരു ഏരിയ. ഒന്നും വാങ്ങാൻ പറ്റത്തില്ല, എല്ലാം ഭയങ്കര വില ആയിരിക്കണം. പക്ഷേ ആവശ്യമില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് വില ചോദിക്കുന്നില്ല. ഇവിടെ കൂടുതലും ഡ്രസ് മെറ്റീരിയൽസാണ് ഈ സ്ട്രീറ്റ്. പിന്നെ കൈസർ സ്ട്രീറ്റ് എന്നാണ് പറയുക, കൊളംബോയിലെ കൈസർ സ്ട്രീറ്റാണിത്. ഇവിടെ കൂടുതലും തുണിത്തരങ്ങളാണ് വിൽപ്പന നടത്തുന്നത്. ഇവിടെയൊക്കെ ഗോഡൗണുകളാണ്, വണ്ടിയുടെ ഒന്ന് നടന്ന സാധനങ്ങൾ ഇറക്കുകയാണ്. സ്പെൻസർ ജംഗ്ഷൻ. ഇത് കൊളംബോയിലെ തേർഡ് ക്രോസ് സ്ട്രീറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഇവിടെ തിരക്കില്ല, ഷോപ്പുകളുണ്ട്. മിക്കവാറൊക്കെ ഹോൾസെയിൽ കടകളായിട്ടാണ് കാണപ്പെടുന്നത്. തിരക്കെന്ന് പറഞ്ഞാൽ അപാര തിരക്ക് തന്നെയാണ് ഈ സമയത്ത്. അത് ഭയങ്കരമായ ചൂട്. ഇവിടെ ഈ സ്ഥലത്ത് ഷെയ്ഡുണ്ട്, വെയിലില്ല, അതുകൊണ്ട് ആൾക്കാർ കൂടുതൽ ഇവിടേക്കാണ് വന്നിരിക്കുന്നത്. ഇത് കൊളംബോയിലെ സെക്കൻഡ് ക്രോസ് സ്ട്രീറ്റ് എന്നറിയപ്പെടുന്ന ഇതാണ്. സെക്കൻഡ് ക്രോസ് സ്ട്രീറ്റ്. എല്ലാ സ്ഥലങ്ങളിലും ഒരേതരം കച്ചവടങ്ങൾ തന്നെയാണ്, പക്ഷേ ഈ സ്ഥലങ്ങളിൽ കൂടുതൽ ടെക്സ്റ്റൈൽസ് ഐറ്റംസ് കാണപ്പെടുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അത്രയേ ഉള്ളൂ. 4 യാർഡ് 1200 ശ്രീലങ്കൻ റുപ്പിയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ 394 രൂപ അല്ലെങ്കിൽ 500 രൂപയ്ക്കകത്ത് വരുന്നുള്ളൂ. അത് ലാഭമാണ്, നല്ല ഡിസൈനുണ്ട്, അതുകൊണ്ടാണ് ഇത് മേടിച്ചത്. അപ്പോൾ ഈ എടുക്കുന്ന സാധനമാണ് ഞാൻ വാങ്ങിയത്. 1200 4 യാർഡ്, അതായത് 3 പില്ലോയ്ക്ക് സൈസാണെന്ന് പറഞ്ഞു. അപ്പോൾ ഡിസൈൻ കൊള്ളാം, ലേറ്റസ്റ്റ് ഡിസൈനാണ്. This metal is sofa cushion metal. Okay. That's 60 width, Okay. 5 feet. Okay. A lot of have cushions. Cushions also. Tablecloth, chairs. Yeah. Curtain, lot of people not taking, but a small no. That's okay. That's a cotton bedsheet material, cotton bedsheet. Cotton bedsheets. Cotton bedsheet material. That's a normal. These are not a cotton? That's a normal one. Normal one. No, that's a normal one. You see, it's all then now is all home have this material only. Okay. Only putting this material. All are importing from China. China. Imported from China. Okay. That's material not China. Huh? It's not China. Material Egyptian cotton. Egyptian cotton? Egyptian cotton. That's a material is make somebody countries. A lot of countries have this material. This material. This material only Chinese. Oh, these are all Chinese. All Chinese. Material 20 yards. 20 yards, 20 meter. 20 meter, one 22 bundle. yard. 22 yard. Okay. In China, what would be the price? China is a lot of discount giving price. I don't know, but I make to buy and sell. Okay. The shop is big shop I have. Oh, yeah. I take now. I put under normal one. No. Oh, yeah. Big dealers have. That's you take buy a lot of. Oh, you are a sub dealer. You are a sub dealer. This metal is coming 100 meters here. Okay. This now is cutting to 20 yards. 20 yards separate. Okay. Cut and put that's separate. That's Separate. I take onto piece, one piece, 20 meters. 20 meters. And make now cut and give. How many you want? Cut and give. Okay. Thank you. Okay, these are all.
മേ ബി ടുമാറോ. ഓക്കെ. ഇങ്ങനെ ഉള്ളിലോട്ട് പുറത്തോട്ടും പുറത്തോട്ടൊക്കെ ഒരുപാട് ഷോപ്പുകളുണ്ട്. ഞാൻ പരിചയപ്പെട്ടതൊരു ശ്രീലങ്കൻ ഷോപ്പാണ്. അവർ ചൈനയിൽ നിന്ന് മെറ്റീരിയൽസ് ഇറക്കുന്ന ഷോപ്പിൽ നിന്നും സബ് ഡീലർഷിപ്പ് എടുത്ത് വിൽക്കുന്നതാണ്. എന്നാലും ലാഭമുണ്ട്, കുഴപ്പമില്ല. കുട്ടികളുടെ ഫ്രോക്കുകളാണ് കൊള്ളത്തില്ല. ഇതും കൈസർ സ്ട്രീറ്റാണ്. सेंटर पॉइंट के लिए आती है यार ये ഇതെല്ലാം ബെഡ്ഷീറ്റുകൾ, ചൈനീസ് ബെഡ്ഷീറ്റുകൾ വിൽക്കുന്ന ഷോപ്പുകളാണ് കൂടുതലും. ഇവിടെ ഒരു യാർഡിന് 300 ശ്രീലങ്കൻ മണിയാണ്. അപ്പോൾ ഞാനെല്ലാം കൂടെ ഒരു 17 യാർഡ് വരുന്ന ബെഡ്ഷീറ്റുകൾ 6 പീസ് വാങ്ങി. പക്ഷേ നല്ല റേറ്റ് കുറവുണ്ട്. 4700 രൂപയുള്ളൂ. അത്രയും വാങ്ങിച്ചപ്പോൾ 300 എന്നുള്ള എനിക്ക് 280 ശ്രീലങ്കൻ മണിയിട്ട് തന്നു. ഏകദേശം നമ്മളൊരു 1500 രൂപ മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ നാട്ടിൽ 1500 രൂപയ്ക്ക് ഇത്രയും പീസ് മേടിക്കാൻ ഒരിക്കലും കിട്ടത്തില്ല. വിലക്കുറവുണ്ട്. ചൈനീസാണ്. ഇത് കഴിയുമ്പോൾ കളറ് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നതിനെക്കുറിച്ച് അറിയത്തില്ല. എല്ലായിടം തുണിക്കടകളാണ്. സെക്കൻഡ് ക്രോസ് സ്ട്രീറ്റ് തന്നെയാണിതും. കൊള്ളാം. ഇവിടെയൊക്കെ നല്ല തിരക്കുള്ള സ്ഥലം. കാരണം കൂടുതൽ തുണിക്കച്ചവടമാണ്. ബെൽറ്റ്, ബാഗ്, പാത്രങ്ങൾ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ വിൽക്കപ്പെടുന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട്, അതിഭയങ്കരമായ ചൂടാണ് ഇവിടെ. നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ്. ക്ലൈമറ്റിന് യാതൊരു വ്യത്യാസവുമില്ല. കുറേയും പിടിച്ചാണ് നടക്കുന്നത്. ആൾക്കാരെല്ലാം അങ്ങനെ തന്നെ. ഇവിടെയൊക്കെ കച്ചവടം തകർക്കാൻ തന്നെ. സൺഗ്ലാസ് വിൽക്കുന്ന അതിൻ്റെ തിരക്കാണ് അവിടെ കണ്ടത്. നമ്മളവിടെയൊക്കെ പോലീസുകാർ നമ്മുടെ നാട്ടിലെ പോലെയൊക്കെ നിൽപ്പുണ്ട്. വാച്ച് Dale, porque estaba en el